stubborn spirit has to bow down. എല്ലാ ദുർവാശിയുള്ള ആത്മാക്കളും മുട്ടുമടക്കട്ടെ. ആധികാരത്തോടുകൂടി സംസാരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കർത്താവിൻ്റെ രക്തമെടുത്ത് കഴിയുമ്പോൾ ആ രക്തത്തിൻ്റെ മഹത്വം നമ്മുടെ മേൽ വീഴുകയാണ്. കർത്താവിൻ്റെ വചനം കേൾക്കുന്നവരെ അനേക കുടുംബങ്ങളിൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ദുഷ്ടവാശി, അതായത് മർക്കടമുഷ്ടി എന്ന് നമ്മൾ പറയും, ദുർവാശി, കൊച്ചു പിള്ളേരിൽ പോലും അത് കാണും. മോനെ അതൊന്നും ഇപ്പം ചെയ്യത്തില്ല. നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ മൊബൈലും പിടിച്ചുകൊണ്ടങ്ങിരിക്കും. എന്ത് ചെയ്ത് എത്ര അമ്മമാരെന്നെ വിളിച്ച് പറയുന്നത്, അയ്യോ ഈ മൊബൈൽ അഡിക്ഷൻ വലിയ പ്രയാസമാണ്. നമ്മൾ നിയന്ത്രിക്കേണ്ടിയപ്പോൾ നിയന്ത്രിക്കാതിരുന്ന വെച്ച് പിന്നെ അതൊരു വലിയ വൃക്ഷമായിട്ട് പിന്നെ അതിനെടുത്ത് മാറ്റാൻ പാടാണ്. അതൊക്കെ ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ അല്ല, ഏത് സാഹചര്യത്തിനും കർത്താവിൻ്റെ രക്തത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇച്ചിരി ധൈര്യമായിട്ട് എടുത്ത് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില പ്രൊനൗൺസിയേഷനാണ് ഞാൻ അയക്കാൻ പോകുന്നത്. ഹെവൻലി ഫാദർ, ഇൻ ദി അൺമാച്ച്ഡ് നെയിം ഓഫ് ജീസസ് വി കം ബിഫോർ യു. ദി അൺമാച്ച്ഡ് പവർ ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ് വി അപ്ലൈ ഇറ്റ് ഓവർ അസ് ആൻഡ് ഓവർ ചിൽഡ്രൻ. അതായത് നമുക്ക് കർത്താവിൻ്റെ രക്തം, അതായത് ഒരിക്കലും നമുക്ക് ആ അതുല്യമായ അതായത് വിലമതിക്കാൻ പറ്റും ആ രക്തം, ആ ജീവനുള്ള രക്തവും പിടിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ കടന്നു വരികയാണ്. എൻ്റെ ഭവനത്തിൽ ദൈവഹിതത്തിന് വിപരീതമായ സകല ദുരാത്മാക്കളും ബൗ ഡൗൺ, അതായത് മുട്ടുമടക്കിയൊക്കത്തുള്ളൂ. നമ്മൾ പറയുന്നുണ്ട്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന് പറയുന്നുണ്ട്, എവ്രി നീ ഷാൽ ബൗ ബിഫോർ യു, എവ്രി ടങ് വിൽ കൺഫസ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലോർഡ്. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ആ ഭാഗം വായിക്കാം. ക്രിസ്തു ക്രൂശുമരണം ഏറ്റെടുത്തപ്പോൾ അനുസരണമാണത്. ക്രിസ്തുവിന് അനുസരണം പഠിപ്പിച്ചതുപോലും ക്രൂശുമരണം കൊണ്ടാണ്. നമുക്ക് മക്കളെ അനുസരണം പഠിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അനുസരണമില്ലെങ്കിൽ അനുസരണത്തിൻ്റെ ആത്മാവ് വരാൻ പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഒറ്റമൂലിയാകുന്ന പരിശുദ്ധാത്മാവിനെ തന്നെ നമ്മൾ വിളിച്ചുകൊണ്ട് വരണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:9, 7 തൊട്ട് നമ്മൾ യേശു ക്രിസ്തു ക്രൂശുമരണം ഏറ്റെടുത്തു, ക്രിസ്തുവേശുവിലുള്ള ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. എന്നാൽ ഈ എബ്രായ ലേഖനം 2:9 കൊണ്ട് 9 കർത്താവ് ക്രൂശ് വരെ തന്നെത്താനെ താഴ്ത്തി അനുസരണമുള്ളവനായി, അത് കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി, പിതാവാം ദൈവം യേശു ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ചെറിയ നാമം അല്ല, വേറൊരു നാമം അതിന് മുകളിലില്ല. സകല നാമത്തിനും, ഞാൻ വായിക്കുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:9 തൊട്ട്. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും. എല്ലാ നാവും എന്ന് നമ്മളിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ സ്വർലോകരുടെ ഭൂലോകരുടെ അധോലോകരുടെ 3 ലോകത്തിൻ്റെ അതെല്ലാം മുഴങ്കാലും മടങ്ങണം. എപ്പോഴും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന്. ഇത് നമ്മൾ അറിയുന്നില്ല എങ്കിൽ അതായത് നമ്മളിൽ ഇത്ര വലിയ അത്യന്ത ശക്തിയായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മളിൽ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മളറിയുന്നില്ല. ഇത് നമ്മൾ എത്ര പറഞ്ഞാലും വചനം മാറ്റി വെക്കുമ്പോൾ ലോകത്തിൻ്റെ സൃഷ്ടിയിൽ ദൃഷ്ടിയിൽ നമ്മൾ പല കാര്യങ്ങളാണ് നമ്മൾ പേടിച്ചു പോകുന്നത്. വിശ്വാസികളുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ഇല്ല, ഞാൻ ഉറച്ചു നിൽക്കുന്നു പറയുന്ന എത്ര പേരുണ്ട്. അങ്ങനെ കുറേ പേരെ ഞാൻ കാണുന്നുമുണ്ട്. ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിലൊക്കെ എന്തെല്ലാം ഭാരങ്ങൾ, മരണം വന്നിട്ടുണ്ട്, രോഗം വന്നിട്ടുണ്ട്, കടം വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു ജപ്തി നാളെ വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ എത്ര ബലമായിട്ട് നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. വേറെ പലരും ജപ്തി ചെയ്യുമ്പോൾ സൂയിസൈഡ് ചെയ്യും, വലിയ ബിൽഡിങ്ങിനെ മേളിൽ നിന്ന് താഴോട്ട് ചാടി മരിക്കുകയും ചെയ്യുന്നിടത്ത് പ്രയാസത്തിൻ്റെ നടുക്കം നിന്ന് ജയത്തിൻ്റെ കൊടി പിടിച്ചുകൊണ്ട് അവർ മുൻപോട്ട് പോകുന്ന ഞാൻ കാണാറുണ്ട്. ദൈവത്തിൻ്റെ ശക്തി അവിടെയാണ്. എല്ലാം തികഞ്ഞിട്ട് കാര്യങ്ങൾ നേടുന്നല്ല പറയുന്നത്, പ്രയാസത്തിൻ്റെ നടുക്കവൻ. അതാ പറയുന്നത്, ഈ നാമം യേശുവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ സകല മുഴങ്കാലും മടങ്ങിയൊക്കത്തുള്ളൂ. സ്വർലോകത്തിലെയും ഭൂലോകത്തിലെയും അധോലോകത്തിലെയും 3 ലോകത്തിന്. പക്ഷെ ആരും ഉപയോഗിക്കുന്നില്ല. ദൈവം അതുകൊണ്ടാണ് പിതാവ് പറയുന്നത്, ആര് പറയും എന്നെക്കുറിച്ച്? ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞ ജോലി, ഇത് പറയാൻ ആളുകളില്ല. അപ്പം നമ്മൾക്ക് നമ്മുടെ ആത്മാവിനെ എംപവർ ചെയ്യാണ്, ശക്തിപ്പെടുത്തുകയാണ്. നമ്മുടെ ഹൃദയത്തിനെ എൻലൈറ്റൻ ചെയ്യാണ്, ജീവൻ തരികയാണ്. എല്ലാ കാര്യവും ഈ രക്തത്തിൻ്റെ മഹത്വം കൊണ്ട് നമ്മൾ വീണ്ടെടുത്ത മക്കളാണ്. അത് വീണ്ടെടുക്കുമെന്നും ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങളിൽ അങ്ങനെ തന്നെയാണെന്ന്
വെളിപ്പാടിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ചിലർ പറയും വെളിപ്പാടുകൾ വരാൻ പോകുന്ന. വെളിപ്പാടിനകത്ത് എഴുതിയിരിക്കുന്നത് പാസ്റ്റ് ഉണ്ട്, പ്രസൻ്റ് ഉണ്ട്, ഫ്യൂച്ചർ എല്ലാം ഉണ്ട്. പ്രസൻ്റ് ഉണ്ട്, പാസ്റ്റ് ഉണ്ട്, ഫ്യൂച്ചറുണ്ട്. പക്ഷെ നമ്മളുടെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റെടുക്കണം. വെളിപ്പാടിൻ്റെ 12:10 ഇങ്ങനെയാണ് വായിക്കുന്നത്: അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങി. ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിലാകുമ്പം ദൈവം ആധിപത്യം എടുക്കും. അതായത് എൻ്റെ അപ്പൻ ജീവനുള്ള അപ്പനും ധൈര്യവാശാലിയും അതിബലവാനും സകല മുഴങ്കാലം മുടങ്ങുന്നവനാണെന്ന് എനിക്ക് ബോധ്യം വന്ന് എൻ്റെ അപ്പൻ എൻ്റെ കാര്യം നടത്തത്തിന്. ഞാൻ അപ്പച്ചൻ്റെ പൊന്നു മകളല്ലേ, അല്ലെ മകനല്ലേ. ആ ബോധം എനിക്ക് വന്നാൽ പിന്നെ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ട ജോലി ആരുടേതാണ്? ദൈവത്തിൻ്റെ അല്ലേ. അത് നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ സത്യത്തിൽ 100% ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ ചിലപ്പം ചിന്തിക്കും. പിന്നെ നമ്മൾ കർത്താവ് അങ്ങ് തൻ്റെ കരുണ കൊണ്ടും കൃപ കൊണ്ടും അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. പക്ഷെ പൂർണ്ണമായിട്ട് യേശുവിനെ ആശ്രയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നവർക്ക് വേറൊരു തലമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എങ്ങനെയാണ്: അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്ത അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ. അപവാദിയാകുന്ന പിശാചിനെ എപ്പോഴേ തള്ളിയിട്ട് അവനെ ക്രൂശിന്മേൽ തോൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ അവനെ എങ്ങനെയാണ് നമ്മൾ ജയിക്കുന്നത്? കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അപ്പം നമുക്ക് ക്രിസ്തു ഉള്ളിൽ വരുമ്പോൾ നമുക്ക് മരണത്തിൻ്റെ ഭയം മാറും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഹേ മരണമേ നിൻ്റെ ജയം എവിടെയെന്ന് പറയാൻ. യേശുവിനെ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ മരണത്തിൻ്റെ പ്രാധാന്യം പോകും. അല്ല ഈ ഒരു പുറമേയുള്ള ശരീരം മാറിയേച്ച് വേറൊരു പുതിയ ശരീരം തന്ന് ദൈവത്തോടുകൂടി എന്നതൊക്കെ ജീവിക്കാമെന്ന് ബോധമുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ ഇവിടെ കിടന്നുകൊണ്ട് ഒത്തിരി കഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്നത്? ജീവിക്കേണ്ടിയപ്പം ജീവിക്കണം. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ദൈവവചനം ദൈവസത്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനാണ് ഓരോ വിശ്വാസിയും ദൈവം ഏൽപ്പിച്ചു വന്നിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ജോലി ചെയ്യാത്തതിനാൽ, നമ്മൾക്കത് ശരിയായിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയാൻ വയ്യാത്തതിനാൽ അനേകർ ഇരുട്ടിലാണ് നടക്കുന്നത്. ഓരോ വ്യക്തിയോട് ഈ വചനം പറയുമ്പം എൻ്റെ ആത്മാവിൻ്റെ ദൃഷ്ടി കാണുന്നത് ഓരോ വ്യക്തിക്കും നമ്മൾ മനസ്സുകൊണ്ടാണ്. ഇപ്പോൾ ഈ ഒരാൾക്ക് ഇപ്പോൾ എനിക്ക് 100 പേരെ മാത്രമേ യേശുവിൽ കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നുള്ളെന്ന് വിചാരിക്കുക. ആ 100 പേരെ ഞാൻ പറഞ്ഞാലേ കയറി വരത്തുള്ളൂ. കാരണം എൻ്റെ ആത്മാവിനോട് അവർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക ദൈവം. വേറൊരാൾക്ക് 10 പേരെ കൊണ്ടുവരാനായിരിക്കും. ആ വ്യക്തി വിശ്വാസികളോടെ ഞാൻ പറയുന്നത്, അവർ വാ തുറന്ന് പറയാതെ അവർ വരത്തില്ല. എത്ര പേര് ഇടത്തും വലതും മുൻപും പിൻപും ഇരുട്ടിൽ കഴിയുന്നവരോട് ഈ വെളിച്ചം കാണിച്ചു കൊടുക്കാത്തതിനാൽ, ഈ സത്യവെളിച്ചം പറഞ്ഞു കൊടുക്കാത്തതിനാൽ, ഈ സത്യവെളിച്ചത്തിൻ്റെ ശക്തി നമ്മളിൽ കൂടെ പുറത്തോട്ട് വരാത്തതിനാൽ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു. ഇത് നിത്യത നഷ്ടപ്പെടുന്ന കാര്യം ഞാനീ പറയുന്നത്. ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ 100 വർഷം അല്ലെങ്കിൽ 120 വർഷം മാക്സിമം ഇപ്പം പുതിയ നിയമത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ ഈ ഒരു ചെറിയ സമയത്തിൽ ഇന്നിറ്റേണിറ്റി എന്നേക്കുമായിട്ടുള്ള നിത്യമായ ജീവന് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ ഒരു വാക്കുകൊണ്ടാണെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം. പലരും പറയാൻ നേരത്തോ അതിപ്പം പറയണ്ട, നമുക്കൊക്കെ ആ ചിന്ത വരും. പക്ഷെ അത് എന്നിലുള്ള സെൽഫ് അല്ലെ ജഡം മരിക്കാത്തത് കൊണ്ടാണ്. ക്രിസ്തു ഒരാളോടൊരു കാര്യം പറഞ്ഞെങ്കിൽ അത് പറഞ്ഞിരിക്കണം. എങ്ങനെയാണേലും അത് പറയിപ്പിക്കാൻ ദൈവത്തിനോട് നമ്മൾ ചോദിക്കണം. പിന്നെ എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള വിനയവും നമ്മൾ ചോദിക്കണം. എന്താന്നേലും ദൈവത്തെ അനുസരിച്ച് മറ്റുള്ളവരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ജോലി. അപ്പം നമുക്കൊരു അധികാരമുണ്ട്. എവ്രി നീ ഇതായത് നമ്മൾ കർത്താവിന് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യവചനം കൊണ്ടുമാണ് നമ്മൾ ജയിക്കേണ്ടത്. നമുക്ക് മരണത്തിനെ പേടിയില്ല. എവ്രി നീ ഷാൽ ബൗ ബിഫോർ ദിസ് ലിവിങ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ദുഷ്ടശക്തികൾ ഏത് ദുരാത്മാവാണ് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ ദൈവത്തിൻ്റെ ആത്മാവിന് വിപരീതമായിട്ട് ആധിപത്യം ഇരിക്കുന്നതിന് എവ്രിതിങ് ഷുഡ് ബൗ ഡൗൺ റൈറ്റ് നൗ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദുരാത്മാവ് ശക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കട്ടെ, സംഭവിക്കട്ടെ. ഫറവോൻ്റെ മുട്ട് ദൈവസന്നിധിയിൽ മടക്കിച്ചത് മോശ എന്ന ഒരു വ്യക്തി നിന്നതുകൊണ്ട് മാത്രമാണ്, ഒറ്റ വ്യക്തി. അതുപോലെ നിങ്ങൾ ഓരോ മോശയായിട്ട്, ഓരോ ദാനിയേലായിട്ട്, ഓരോ ശദ്രക് മേശക് അബീനേഗായിട്ട് നിൽക്കുവാൻ നിങ്ങൾക്ക്, ഒരു എസ്തറായിട്ട്, ഒരു ദെബോറായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കുമോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നിയന്ത്രിക്കട്ടെ. കർത്താവിൻ്റെ രക്തം, കുഞ്ഞാടിൻ്റെ രക്തം സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും വിലയുള്ളതാണ്.
അതിനെ നമുക്ക് മുറുക്കെ പിടിക്കാം. ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. അതാ കുഞ്ഞാടിൻ്റെ രക്തം ഞങ്ങളുടെ മേൽ തല തൊട്ട് കാല് വരെ പൂശുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുക പക്ഷേ ധൈര്യത്തോടെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആ രക്തം വീഴുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഇതേ പറയുമ്പോൾ അനേക കുടുംബങ്ങളിൽ മക്കളുടെയോ ഭർത്താക്കന്മാരുടെയോ ആരുടെയൊക്കെയോ നെഞ്ചിനകത്തുള്ള ഹാർട്ടിനകത്തെ പ്രോബ്ലങ്ങൾ അഴിഞ്ഞു പോവുകയാണ്. ദൈവസ്നേഹത്തിലെ കർത്താവിൻ്റെ ഒരു തുള്ളി രക്തം വീഴുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് ചെന്നിട്ട് നെഞ്ചിനകത്തെ ഭാരങ്ങൾ ഇറക്കി വെക്കുകയാണ്. അതോടുകൂടി ഒരു വിടുതലിൻ്റെ ആത്മാവ് മുഖം ഒടിച്ചു കളയുന്ന ദിവസമാണ്. അനേകരുടെ മുമ്പിൽ ഈ വിശുദ്ധ രക്തം വന്ന് വീഴുമ്പോൾ അവരുടെയുള്ള ഭാരങ്ങൾ ആ മുഖം ഒടിച്ചിട്ട് നൂർന്ന് നിൽക്കുന്നതായിട്ട് കാണുന്ന കർത്താവ്, എല്ലാവരുടെ മേലും കർത്താവ് നിൻ്റെ വിശുദ്ധ രക്തം തളിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളിത് എവിടെയെങ്കിലും ബലഹീനത പറ്റിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ രക്തം കൊണ്ട് കഴുകാൻ വയ്യാത്ത ഒരു പാപവും ഒരു കുറവുമില്ല. അതെല്ലാം അപ്പച്ചൻ കഴുകിയിട്ട് പുത്രത്വത്തിൻ്റെ അവകാശത്തെ ഞങ്ങൾക്ക് തന്ന് പിതാവിൻ്റെ മുൻപിൽ നിർത്തുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് പിതാവിൻ്റെ മുമ്പിൽ നിർത്തുമ്പോൾ ദൈവമേ നിൻ്റെ തേജസ്സോണ് ഞങ്ങളെ നിറച്ചിരിക്കുന്നതിന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദുഷ്ടൻ ഞങ്ങളെ കാണത്തില്ല, കാരണം ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ കവർ ചെയ്തിരിക്കുന്നു. ആത്മാവിൽ ഞങ്ങളെ നീ ബലപ്പെടുത്തിയതിന്, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഞങ്ങളെ കൊണ്ടുവന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ നീ ഇത്ര വലിയൊരു പദവിയിലേക്ക് ഞങ്ങളെ ഉയർത്തിയതിന് നന്ദി പറയുന്നു. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിലേക്ക് ഞങ്ങളെയും തലമുറകളായിട്ട് നീ ഒരുക്കിയെടുത്തതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.